കാറ്റ് പോയൊരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നലെ എന്ന് ഏത് മലയാളികൾക്കും നിസ്സംശയം പറയാം. നെവിനോടൊക്കെ ലാലേട്ടൻ എന്നൊരു കൂളായിട്ട് സംസാരിച്ചില്ല. പ്രൊമോയിൽ കാണുന്ന അത്രയും പോലും ഒരു സീരിയസ്നെസ് ലാലേട്ടൻ്റെ സംസാരത്തിലില്ലായിരുന്നു. അനുമോളോടൊക്കെ ആയിരുന്നെങ്കിൽ എന്താ ഒരു ദേഷ്യം. പക്ഷേ നെവിനോട് ഒട്ടും തന്നെ കാണിച്ചിട്ടില്ല എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. നെവിൻ പുറത്തു പോയോ ഇല്ലയോ ഈ ചോദ്യത്തിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നെവിൻ പുറത്തൊന്നും പോയിട്ടൊന്നുമില്ല. നെവിൻ ഇനി ലാലേട്ടൻ എന്ത് പണിയാണോ കൊടുക്കാൻ പോകുന്നത്. എന്തായാലും നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന പോലത്തുള്ള പണിയൊന്നും നെവിന് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നേരിട്ട് വല്ല നോമിനേഷനിൽ 2 ആഴ്ച ഇടത്തേ ഉള്ളൂ. അല്ലാതെ എന്ത് കാണിക്കാനല്ലേ ബിഗ് ബോസിൻ്റെ അകത്ത്. നെവിൻ കാണിക്കുന്ന അത്രയും പോലും ബിഗ് ബോസിന് നെവിനോട് കാണിക്കാൻ പറ്റത്തില്ല. അതാണ് നിയമങ്ങൾ. പക്ഷേ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ഷാനവാസ് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും ഷാനവാസ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ വഴി അങ്ങ് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലോട്ട് പോയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ചു. അവിടെ നെവിൻ ജയിച്ചേനെ. പക്ഷെ ഇപ്പോൾ എന്തായാലും നമ്മൾ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ഷാനവാസ് പഴയ പ്രൗഢിയോടെ വന്നിരിക്കുന്നുണ്ട്. നെവിൻ അവിടുന്ന് പോകുമ്പോഴും ഷാനവാസും അനുമോളൊക്കെ അവിടെ ഉണ്ടാവണം. 2 ടോപ്പ് 5 വരുമെന്ന് എന്തായാലും തീർച്ചയാണ്. നമ്മുടെ അനീഷ് തന്നെ വിന്നർ ആവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നെവിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. വിവരങ്ങളൊന്നും അധികം പുറത്തു വിടാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും പല പ്രഡിക്ഷൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പുറത്തായിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സാബുമാനൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് പോവാണ്. എന്നാലും സാബുമാൻ ഒന്നും ടോപ്പ് 5 വരത്തില്ല. എന്നാലും പോട്ടെ, നിരുപദ്രവകാരിയല്ലേ, അവിടെ നിൽക്കട്ടെ അല്ലേ സാബുമാൻ. അപ്പോൾ എന്തായാലും നെവിൻ അടുത്ത ആഴ്ചയെങ്കിലും പോകും നമുക്ക് എന്തായാലും വിശ്വസിക്കാം. എന്തായാലും ടോപ്പ് 5 എന്തായാലും നെവിൻ വരാൻ പോകുന്നില്ല. ഇന്നലെ ലാലേട്ടൻ്റെ പറച്ചിലൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ലാലേട്ടൻ അനുമോളോടൊക്കെ ഇതിനും വലിയ ചൂടാവലൊക്കെയാണ് ചൂടാവുന്നത്. നെവിനോടും ആര്യനോടൊക്കെ വളരെ കൂളായിട്ട് സംസാരിച്ച പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യണം ഗൈസ്. താങ്ക് യു സോ മച്ച്.